യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. സൂര്യയുടെ യൂട്യൂബ് ചാനലിന്റെ പേരാണ് വാക്ക് വിത്ത് സൂര്യ. അപ്പൊ എല്ലാരും പോയി ചെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ അമർത്തുക, അല്ലേ? ബെൽ ഐക്കൺ അമർത്തണ്ടേ? ലൈക്ക് ചെയ്യണ്ടേ? അല്ലേ? ലൈക്ക് ആക്കണം എന്നാണ് സൂര്യ പറയണേ. സൂര്യ വേറെ രീതിയിലാണ് വാക്ക് ചെയ്യണത്. അപ്പൊ ആ സൂര്യയുടെ കൂടെ വാക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാക്ക് ചെയ്യാന്നുള്ളതാണ് സൂര്യ പറഞ്ഞേക്കണേ. അതിനകത്ത് ഒരുപാട് സ്ഥലത്ത് വാക്ക് ചെയ്യുന്നുണ്ട് സൂര്യ, അല്ലേ? ദുബായിലേക്കുള്ള കുറെ സ്ഥലത്ത് പോയില്ലേ? പോയിട്ട് അതെല്ലാം കാണിച്ചു, അല്ലേ? ഓക്കെ. സൂര്യയുടെ അച്ഛനും അമ്മയും അതുപോലെ വേറെ രണ്ടുപേരുണ്ട് ഇവിടെ. ഹർഷത്, ഹായ്. ജാൻവി, ഹായ്. ഹർഷത്തും ജാൻവി നിമ്മി കണ്ടല്ലോ, രണ്ടുപേരും കണ്ടല്ലോ. ഇവരൊരു പ്രത്യേകത ഉണ്ട്, എന്താണെന്ന് മനസ്സിലായോ? ഒന്ന് രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ, ഇവിടെ വന്നേ. നിമ്മി എനിക്ക് കാണട്ടെ. ട്വിൻസ് ആണ്. അതെ, ഫ്രറ്റേണൽ ട്വിൻസ് ആണ്. പക്ഷെ കണ്ടപ്പോ നമുക്ക് അറിയാലോ കൃത്യമായിട്ടല്ലേ, ഒരു ആണും പെണ്ണും ട്വിൻസ് ആയിട്ട് വരുന്നത് വളരെ അപൂർവമായിട്ടല്ലേ കാണുന്നത്. കാണുമ്പോൾ പക്ഷെ മുഖമൊക്കെ അത് തന്നെ കേട്ടോ. പക്ഷെ എന്നാ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഡ്രസ് കിട്ടിയെന്നാണ് ഞാനിപ്പോ സ്കൂളിൽ പോകുന്നുണ്ടോ കുഞ്ഞ്? പറഞ്ഞു, മൈക്കിൽ പറഞ്ഞു. ഈ മൈക്കിൽ വന്നിട്ട് പറഞ്ഞേ, സ്കൂളിൽ പോകുന്നുണ്ടോ? ഏത് ക്ലാസ് അമ്മനെ? KG1-ലാണോ? നിങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിലാ? ട്വിൻസ് ആവുമ്പോഴോ? ചോദിക്കാലോ, കുഞ്ഞുങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. വലിയ ആൾക്കാരെ ഉത്തരം പറയുന്നത്. മക്കളെ ഒരുമിച്ച് ഒരേ ക്ലാസ്സിലാണോ പോകുന്നേ? ജാൻവി പറയും, ഏത് ക്ലാസ്സിലാ നമ്മള്? എ ആണോ ബി ആണോ? അർഷിതോ? ബിയിലാണ്. രണ്ടുപേരും ബിയിലാണോ? ടീച്ചറിന്റെ പേരെന്താ? മക്കളെ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ പേരെന്താ? ലവ്ലി മാം. സൂര്യ അവിടെ ഫുള്ള് സൂര്യ ഭയങ്കരമായിട്ട് വണ്ടി ഓടിച്ചു വരികയാണ്, കണ്ടില്ലേ? സൂര്യ വരുന്നു മൈക്കിലേക്ക് സൂര്യ സംസാരിക്കാനായിട്ട്. ഇലക്ട്രോണിക് വീൽ ചെയർ ആണ് ഓടിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര ഈസി ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണുമ്പോഴാണ്. അവിടെ നിന്ന് മറ്റേ ട്രാക്കൊക്കെ കൂളായിട്ട് ഓടിച്ചു വന്നില്ലേ, അല്ലേ? ഭയങ്കര എക്സ്പീരിയൻസ് ആയിപ്പോ അത്, അല്ലേ?